എല്ലാവർക്കും നമസ്കാരം. ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എത്രയോ പേരുണ്ട് അല്ലേ? ശരിക്കും അവരല്ലേ ഈ ഭൂമിയിലെ മാലാഖമാർ? വളരെയധികം റിസ്ക് എടുത്ത് മറ്റുള്ളവരെ രക്ഷിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും വേണ്ടി ജീവിതം കംപ്ലീറ്റ് ഒഴിഞ്ഞു വെച്ച എത്രയോ ആൾക്കാരെ നമ്മൾക്കറിയാം. മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല, മദർ തെരേസ, അങ്ങനെ ധാരാളം പേര്. എന്നാൽ മറ്റു പലർക്കും ഇങ്ങനെ ചെയ്യണമെന്നും ഈ ഭൂമിയിൽ ഉള്ള ആ ജീവിതത്തിനിടയിൽ ഓർമ്മയായി മരിക്കണമെന്നും ആഗ്രഹമുണ്ടാവും. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള റിസ്ക്കും അതിൻ്റെ ബുദ്ധിമുട്ടും മനസ്സിലാക്കിയിട്ടാണ് പലരും ഇതിൽ നിന്ന് ബേക്കോട്ട് പോകുന്നത്. എന്നാൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകളും റിസ്ക്കും എല്ലാം എടുത്ത് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്നുമുള്ള ഇങ്ങനെയുള്ള മഹാന്മാർക്ക് ഇത് ചെയ്യണമെന്നുള്ളൊരു പ്രചോദനം അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലരും പാരമ്പര്യമായിരിക്കാം, മറ്റു ചിലർ നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ചിട്ടും ജീവിത പരിചയവും വെച്ചിട്ടായിരിക്കാം, മറ്റു ചിലർ അവരുടെ രക്ഷിതാക്കൾ ചെറുപ്പത്തിലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളുമായിരിക്കാം ഓരോരുത്തർക്കും ഇതിലുള്ള ഒരു ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു പ്രചോദനം ജീവിതത്തിൽ ഉണ്ടായത്. എന്നാൽ എന്ത് തന്നെ ആയാലും ഇങ്ങനെ ജീവിച്ചവരാണ് ഈ ലോകത്ത് ഏറ്റവും സന്തോഷകരമായി ജീവിച്ച ആള് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ജനിച്ചാൽ എല്ലാവരും മരിക്കും. അപ്പം പിന്നെ വളരെ സുഖസുന്ദരമായി ജീവിച്ച ആൾക്കാർ മരിക്കുമ്പോഴും സുന്ദരമായ സന്തോഷത്തോടു കൂടി മരിക്കുകയൊന്നുമില്ലല്ലോ. ആ ജീവിതത്തിനിടയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, മറ്റുള്ളവരെ രക്ഷിക്കുക, സംരക്ഷിക്കുക, അങ്ങനെ ചെയ്തവരാണ് മരണശയ്യയിൽ കിടക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷമുള്ള മരണം ഉണ്ടാവുകയുള്ളൂ. ഇത്രയും കാലം ജീവിച്ചതിൽ സന്തോഷിക്കാൻ വകയുണ്ടാവുകയുള്ളൂ. അല്ലാതെ എൻജോയ് ചെയ്ത് സുഖസുന്ദരമായി അടിച്ചു പൊളിച്ച് ജീവിച്ച ആൾക്കാർ മരണശയ്യയിൽ എത്തുമ്പോൾ അവർ ഇങ്ങനെയുള്ള ആൾക്കാർ സന്തോഷിക്കും പോലെ സന്തോഷിച്ചു കൊള്ളണമെന്നില്ല, അല്ലേ? എന്നാൽ ഇങ്ങനെ റിസ്ക് എടുത്ത് മറ്റുള്ളവരെ രക്ഷിച്ച ഒരു സംഭവം പറയാം. ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് കേട്ടിട്ടില്ലേ? അതായത് ജൂതന്മാരെ കൊല്ലാൻ ഉള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇടയ്ക്ക് ഡോക്ടർമാർ വരാറുണ്ടായിരുന്നു. എന്നാൽ എപ്പോഴും ഈ ഡോക്ടർമാരെ കൂടെ ഒരു നേഴ്സ് ഉണ്ടാവും. എപ്പോഴും വരുന്നത് അതേ നേഴ്സ് തന്നെയായിരുന്നു, ഒരേ നേഴ്സ്, അതായത് ഒരു ലേഡി നേഴ്സ്. അവരുടെ പേര് ഇർന സെൻഡ്ലർ. എന്നാൽ വളരെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ലേഡി തന്നെ, ഈ ഒരു നേഴ്സ് തന്നെ ഈ ഡോക്ടർമാരുടെ കൂടെ വന്നത് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചത്. അതായത് ആ ലേഡിയുടെ ഉദ്ദേശം അവിടെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിലുള്ള കുട്ടികളെ രക്ഷിക്കാനായിരുന്നു. ഏകദേശം 2600 കുട്ടികളെയാണ് ആ ലേഡി ഇർന സെൻഡ്ലർ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് തുറന്നു വിട്ടത്. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ ഈ ക്യാമ്പ് അത്രക്കും ഗൗരവമുള്ളതാണ്. ആർക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ള ധൈര്യം വരില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ലേഡി അവരുടെ വീട്ടിലുള്ള പട്ടിയെയും കൂടെ കൊണ്ടുവരുമായിരുന്നു ഈ കുട്ടികളെ രക്ഷിക്കാൻ. അതായത് ആംബുലൻസിനകത്ത് കുട്ടികൾ ശബ്ദമുണ്ടാക്കുന്ന സമയത്ത് ഈ പട്ടിയെ കൊണ്ട് ശബ്ദമുണ്ടാക്കിക്കും. അങ്ങനെ കുട്ടികൾക്ക് ഉറക്ക ഗുളികയും മറ്റും കൊടുത്ത് കുട്ടികളെ ഉറക്കിയിട്ടൊക്കെയാണ് ഈ ക്യാമ്പിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചത്. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ പണി ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അഥവാ പിടിക്കപ്പെട്ടു പോയാൽ കൊല തീർച്ചയാണ്. പക്ഷെ ആ ലേഡി ഇപ്പം അടുത്താണ് ഈ ഇർന സെൻഡ്ലർ മരണപ്പെട്ടത്. അടുത്തെന്ന് പറഞ്ഞാൽ 2008 ആണ് അവർ മരണപ്പെട്ടത്. അപ്പോൾ അവരുടെ ആ ഒരു ധൈര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു ദിവസം പത്രപ്രവർത്തകർ ഈ ഇർന സെൻഡ്ലർ ഇവരോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്യാനുള്ള ഒരു പ്രചോദനം, ധൈര്യം കിട്ടിയത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ അച്ഛൻ ഒരു ഡോക്ടറായിരുന്നു. അവരുടെ നാട്ടിൽ ഒരു പകർച്ചവ്യാധി പിടിപെട്ടു. നാട്ടിലുള്ള എല്ലാവരും മരിക്കാൻ തുടങ്ങി. എല്ലാ ഡോക്ടർമാരും ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുമ്പോൾ ഇവരുടെ അച്ഛനും രോഗികളെ ചികിത്സിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കൂടുതൽ പടർന്നു പിടിച്ചപ്പോൾ
ധാരാളം ആൾക്കാർ മരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഈ ചികിത്സിക്കുന്ന ഡോക്ടർമാർ വരെ സ്ഥലം വിട്ടുപോയി. പല ഡോക്ടർമാരും ആ നാട് വിട്ടുപോയി. എന്നാൽ ഈ ഇറിന സെൻറ്റർ, ഇവരുടെ അച്ഛൻ അവിടെയുള്ള രോഗികളെ ട്രീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോരുത്തരുടെ വീട്ടിലും പോയിട്ട് ചികിത്സിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം ഈ അച്ഛനും ഈ പകർച്ചവ്യാധി പിടിപെട്ടു. അങ്ങനെ മരണശയ്യയിൽ കിടക്കുമ്പോൾ ഈ അച്ഛൻ മകളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു ഒസിയത്ത് പോലെ. അതായത് ജീവിതത്തിൽ ആരെങ്കിലും മുങ്ങി മരിക്കുന്നത് നീ കണ്ടാൽ നിനക്ക് നീന്തൽ അറിയുന്നില്ലെങ്കിലും അതിൽ ചാടി അവരെ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം നീ ചെയ്യണം. കാരണം ഈ ലോകത്ത് ബാക്കിയാക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കാരുണ്യമാണ്. ഇതായിരുന്നു ഈ ഇറിന സെൻഡ്ലർ ഇങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാനും അത്രയും ധൈര്യം ഇവർക്ക് ഉണ്ടായതിൻ്റെ പിന്നിലെ രഹസ്യം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി എത്തുന്നത് വരെ ബൈ.